നമസ്കാരം. വിക്ടേഴ്സിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിയർ ഈസ് ദ മീഡിയ മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ രംഗത്തെ പഠന തൊഴിൽ സാധ്യതകളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ അല്പം ചരിത്രം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലാദ്യമായി മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ 1860കളിലായിരുന്നു. റോബർട്ട് ഇ ലീ എന്ന വ്യക്തിയായിരുന്നു ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ. ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1946-ലും കേരളത്തിൽ ആരംഭിക്കുന്നത് യൂണിവേഴ്സിറ്റി തലത്തിൽ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാഭ്യാസം നൽകാൻ ആരംഭിക്കുന്നത് 1976-ലുമാണ്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളായ ജേർണലിസം, പ്രിൻ്റ്, ഓൺലൈൻ എന്നീ മാധ്യമങ്ങളിലെ പഠന തൊഴിൽ സാധ്യതകളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് സത്താർ ശ്രീകാര്യം സാറാണ്. സാറ് കേരള സർവകലാശാലയിൽ ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന കരിയർ കൗൺസിലറും കൂടെയാണ്. സാറിനെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാസ് കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളായ പ്രിൻ്റ്, ടെലിവിഷൻ, ഓൺലൈൻ മീഡിയയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ പഠന സാധ്യതകളെക്കുറിച്ചുമാണ്. അപ്പോൾ സാധാരണ ഈ ജേർണലിസ്റ്റുകളെ എല്ലാം കുറിച്ചൊരു കോട്ടുണ്ട്: ജേർണലിസ്റ്റ് ആർ ബോൺ ബട്ട് നോട്ട് മെയ്ഡ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റ് ആകുന്ന വ്യക്തികൾ ജന്മനാൽ ഉണ്ടാകുന്നതാണ്, അല്ലാതെ ഉണ്ടാക്കപ്പെടുന്നതല്ല എന്നാണ്. എങ്കിൽ ജേർണലിസം വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്താണ്? ആദ്യമായിട്ട് ഈ ധാരണയിൽ ഒരു ശരികേടുണ്ട്. അതായത് ജേർണലിസം ഇന്നൊരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് ജന്മനാ ഒരു കഴിവ്, ഒരു സിദ്ധി വേണ്ടി വരും. അതേസമയം തന്നെ ഇതിൽ പ്രൊഫഷണൽ ആകുന്നതിന് വേണ്ടി നമുക്ക് ഇതിൽ പ്രൊഫഷണൽ കോഴ്സുകളും നൽകാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് ഈ രംഗത്തിൽ വളരെ നന്നായിട്ട് തിളങ്ങാൻ കഴിയും. അതുകൊണ്ടാണ് സാധാരണ പറയുന്നത് ജേർണലിസ്റ്റ്സ് ക്യാൻ ബി മെയ്ഡ് എന്നാണ് ഇപ്പോൾ അതിനെ പറയുന്നത്. നമുക്ക് ഉള്ള കഴിവുകളെ കുറച്ചുകൂടെ പ്രൊഫഷണൽ സ്കില്ലോടുകൂടി വാർത്തെടുക്കാൻ കഴിയും. അവർക്ക് ശരിക്കും സാധ്യതകളും ഇന്നുണ്ട്. ഇന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ ജേർണലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എവിടെയാണ് ചേരേണ്ടത്? യൂണിവേഴ്സിറ്റി തലത്തിൽ ഇതിപ്പം യൂണിവേഴ്സിറ്റി തലം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം. ഒന്ന് ബിരുദ തലമുണ്ട്, ബിരുദാനന്തര തലം ഉണ്ട്. വളരെ പ്രധാനപ്പെട്ടത് ജേർണലിസ്റ്റിനെ സംബന്ധിച്ചോളം ബിരുദാനന്തര തലം തന്നെയാണ്. പിന്നീട് PhD ഉണ്ട്, ഇതിന് MPhil ചെയ്യാം. അതേപോലെ തന്നെ ഇതിൽ ചില നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്. ദേശീയ നിലവാരത്തിലുള്ള, ഒരുപക്ഷെ അന്തർദേശീയ നിലവാരത്തിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്കുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ. ഇതിൽ പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഗ്രാജുവേഷനും പ്ലസ് ഒരു നല്ല സ്ഥാപനത്തിലെ ഡിപ്ലോമയുണ്ടെങ്കിൽ ഒരാൾക്ക് നല്ല ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ആകാൻ കഴിയും എന്നുള്ളതാണ്. PG ബിരുദം അത്യാവശ്യമുള്ളൊരു മേഖലയല്ല ഇതിൽ തിളങ്ങാൻ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് PhD എടുക്കാം. MCJ എന്നുള്ള കോഴ്സ് നല്ലതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ബിരുദാനന്തര ബിരുദ തലത്തിലെ കോഴ്സുകളും ഒക്കെ തന്നെ അവൻ്റെ കരിയർ ഗ്രാഫ് ഉയർത്തുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഡിപ്ലോമ കോഴ്സ്, ഒരു PG ഡിപ്ലോമ കോഴ്സ് ഇന്ന് വ്യാപകമായി സ്വീകരിക്കപ്പെടുന്ന മേഖലയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം. ഇന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ചെല്ലണമെങ്കിൽ സാർ പറഞ്ഞു ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അത്ര അത്യാവശ്യമല്ലെങ്കിലും ആവശ്യമാണെന്ന്. പക്ഷേ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചോളം എല്ലാ യൂണിവേഴ്സിറ്റികളും പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുണ്ട്. PhD ചെയ്യാം. ഗ്രാജുവേഷനിൽ ബിരുദം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഏത് ഗ്രാജുവേറ്റ്സിനും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയും. ഇനി ഗ്രാജുവേഷൻ നമ്മളെല്ലാ യൂണിവേഴ്സിറ്റിയിലും, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇതിന് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, MG യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. മാത്രമല്ല ചില പ്രധാനപ്പെട്ട കോളേജുകളിൽ കൂടി ഇപ്പോൾ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദ തലത്തിൽ കോഴ്സുകളുണ്ട്. അപ്പം കേരളത്തിലിപ്പം ഒരുപാട് സീറ്റുകൾ ഇപ്പം നമ്മളെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അത് കൂടാതെ ഒരുപാട് സ്ഥാപനങ്ങളും കൂടിയുണ്ട്. അതുപോലെ തന്നെ പ്രശസ്തമായ സ്ഥാപനങ്ങളാണല്ലോ മാസ് കമ്മ്യൂണിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും ജാമിയ മില്ലിയ അല്ലേ? ജാമിയ മില്ലിയ സർവകലാശാല 1988 സെൻട്രൽ യൂണിവേഴ്സിറ്റിയായ ഒരു സ്ഥാപനമാണ്. ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ഒന്നായിട്ട് ജാമിയ മില്ലിയയുടെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരും എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ MA ജേർണലിസം, അതുപോലെ തന്നെ പിന്നീട് ഈ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ, പിന്നെ കൺവേർജൻറ്റ് ജേർണലിസം, ഇങ്ങനെ രണ്ട്
പ്രധാനപ്പെട്ട സ്ട്രീമിലാണ് ഇതിൽ കോഴ്സുകളുള്ളത്. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, കൺവെർജൻറ്റ് ജേർണലിസം. അപ്പോൾ ഈ കൺവെർജൻറ്റ് ജേർണലിസം പറഞ്ഞാൽ അതിൽ ഓൺലൈന്, ഡിജിറ്റൽ, ഇങ്ങനെ ഒരുപാട് TV പ്രൊഡക്ഷൻ, റേഡിയോ പ്രൊഡക്ഷൻ, ഇങ്ങനെ കുറേ ഏരിയകളും കൂടെ ചേർന്നാണല്ലോ മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൻ്റെ പുതിയ തലങ്ങളാണ് കൺവെർജൻറ്റ് ജേർണലിസത്തിലുള്ളത്. ഇതുകൂടാതെ അവിടെ 4 ഡിപ്ലോമ കോഴ്സുകളും ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ജാമിയ മില്ലിയ ന്യൂഡൽഹിയിൽ കോഴ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജി നടത്തുന്ന അപൂർവം ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാമിയ മില്ലിയ. ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജി ഉണ്ട്, പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, അഡ്വർടൈസിങ് മാനേജ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ കോഴ്സുകൾ കൂടി ജാമിയ മില്ലിയയിലുണ്ട്. സിനിമാ രംഗത്തെ പ്രമുഖരായ ഷാറൂഖ് ഖാൻ, കിരൺ റാവു എല്ലാം അവിടുത്തെ പ്രോഡക്ട്സുകളാണ് അല്ലേ? ഇപ്പം നമുക്ക് ഡിഗ്രി തലത്തിലേക്ക് വരാം. ഇന്ന് പല കോളേജുകളിലും ഡിഗ്രി തലത്തിൽ ഇത് വ്യാപകമായി പഠിപ്പിച്ചു വരുന്നുണ്ട്. ഏതൊക്കെ നമുക്ക് ചേരാൻ പറ്റും? ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട് ചേരാവുന്നത്? സ്ഥാപനങ്ങൾ ഇപ്പോൾ ഡിഗ്രി തലത്തിൽ ഒരുപാട് കോളേജുണ്ട്. ഇപ്പം ഗവൺമെൻറ് കോളേജുകൾ കുറവാണ്. ഇപ്പോൾ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി തലത്തിൽ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. പഴശ്ശിരാജ കോളേജ് വയനാട് പുൽപ്പള്ളിയിലാണത്, അവിടെ ഡിഗ്രി കോഴ്സുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് മാറി വനേസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, വീഡിയോ പ്രൊഡക്ഷൻ, സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, പിന്നീട് പാലക്കാട് ഒരു കോളേജിലുണ്ട്, പിന്നെ മൈനോറിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉണ്ട്. ഇപ്പം ഇങ്ങനെ ചില കോളേജിൽ പിന്നെ ബിരുദതലത്തിലുണ്ട്. പക്ഷേ ബിരുദാനന്തര തലത്തിലെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് പുറമെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജ്, പിന്നീട് സെൻറ്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട, പിന്നീട് ഡോൺ ബോസ്കോ കോളേജ് കണ്ണൂർ, ഇങ്ങനെ ചില സ്ഥാപനങ്ങളിൽ കൂടി പിന്നെ ഈ കോഴ്സുണ്ട്. MES മമ്പാട്, ഇവിടെയെല്ലാം PGക്ക് 15-20 സീറ്റുകളാണുള്ളത്. ഇവിടെയെല്ലാം തന്നെ ക്വാളിറ്റിയുള്ള കോഴ്സുകൾ തന്നെയാണ് ചേരാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതിൽ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദമല്ല, അവിടെ ഡിപ്ലോമ കോഴ്സുകളാണുള്ളത്. ഇവിടെ പ്രധാനമായിട്ട് 4 തരം ഡിപ്ലോമ കോഴ്സുകളാണുള്ളത് മാസ് കമ്മ്യൂണിക്കേഷനിൽ. പിന്നെ അഡ്വർടൈസിങ് കോഴ്സുകളുണ്ട്, PR ആൻഡ് പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിങ്, പിന്നെ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ജേർണലിസം, പിന്നെ TV ബ്രോഡ്കാസ്റ്റിംഗ്, TV ആൻഡ് റേഡിയോ, ഇങ്ങനെ 3-4 വിഭാഗങ്ങളിലായിട്ട് ഈ കോഴ്സുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇത് 1965 ഇന്ദിരാഗാന്ധി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിരുന്ന ഇന്ദിരാഗാന്ധി അന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററായിരുന്നു. ആ സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയതെന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഇതിനൊരു 5 റീജിയണൽ സെൻറ്ററും കൂടെ ഉണ്ട്. അതിലൊന്നും നമുക്ക് കോട്ടയത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ സാധാരണ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്കെല്ലാം വിളിക്കുമ്പോൾ അവർ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്ലസ് PG ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം. ഇങ്ങനെയാണെങ്കിൽ സാധാരണ വെറുതെ ഇങ്ങനത്തെ അവരുടെ ആവശ്യം ഇതാണെങ്കിൽ ഇന്ന് ഒരുപാട് പേര് ഡിഗ്രി കഴിയുന്നുണ്ട്, ഡിഗ്രിയിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രി കഴിയുന്നുണ്ട്. എങ്കിൽ ഇവർക്ക് വല്ല ജോലി സാധ്യത ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ജോലി സാധ്യത എപ്പോഴും ഇത് ഡിഗ്രി എടുത്തത് കൊണ്ടോ ഒരു സ്ഥാപനത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തത് കൊണ്ടോ ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് തന്നെ ഒരു ഡിപ്ലോമ എടുത്തത് കൊണ്ടോ ഒരാൾ ഈ രംഗത്ത് തിളങ്ങണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള സ്കില്ല്, അദ്ദേഹത്തിൻ്റെ മനോഭാവം തന്നെ ഇതുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു തലത്തിലേക്ക് ഉയരെങ്കിൽ മാത്രമേ ഈ ജോലിയിൽ എക്സൽ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു തലത്തിൽ മാത്രമേ ഒരാൾക്ക് നല്ല ഒരു മാധ്യമ പ്രവർത്തകനാകാൻ പറ്റൂ. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രംഗം, ഈ 2 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലും നല്ല ഇന്ത്യയിലും മൊത്തത്തിൽ പ്രിൻ്റ് മീഡിയ മാത്രമായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നത്. ഒരുപാട് ഇതുണ്ട്, ഇതിലൊരു പപ്പറ്ററി, അങ്ങനെ കുറേ സംഗതികളുണ്ട്. പക്ഷേ ഇന്ന് ഈ സാധ്യതകൾ മുഴുവനും ആഹ്വാനിച്ചിരിക്കുന്നത് നമ്മുടെ വിഷ്വൽ മീഡിയ. അപ്പോൾ വിഷ്വൽ മീഡിയയിൽ തന്നെ ഒരുപാട് സാധ്യതകൾ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ധാരാളം മാഗസിൻസ് വരുന്നുണ്ട്, പത്രങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാധ്യമം, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ലോകം തന്നെയാണ്. അപ്പോൾ അവിടെ മാറ്റുരയ്ക്കുക, സ്കില്ല് കൂട്ടുക, എക്സൽ ആവുക എന്നുള്ളത് തന്നെയാണ് വിത്ത് എ പ്രൊഫഷണൽ ഡിഗ്രി, ഡിപ്ലോമ ഓർ PG. സാറ് ഇതിനിടയിൽ മാസ് കമ്മ്യൂണിക്കേഷനിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ഇങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളില്ലേ, അത് എവിടെയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്? PG ഡിപ്ലോമ കോഴ്സുകൾ ഉള്ള സ്ഥലങ്ങൾ പ്രധാനമായിട്ടും കേരളത്തിൽ വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ പ്രസ് ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ
ഈ അടുത്ത കാലത്തായിട്ട് 3 തരം കോഴ്സുകളാണുള്ളത്. ഒന്ന് ജേർണലിസം, പ്രിൻ്റ് ജേർണലിസമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നീട് ഇലക്ട്രോണിക് ജേർണലിസം ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഈ അടുത്ത കാലത്ത്, തൊട്ടടുത്ത കാലത്ത് സീനിയർ സിറ്റിസൺസിന്, ഒരുപാട് പേര് സീനിയർ സിറ്റിസൺസിന് കൂടുതൽ പഠിക്കാനൊക്കെ പിന്നെ ഈ ജേർണലിസത്തിൽ പ്രൊഫഷണൽ സ്കില്ല് ഉണ്ടാകേണ്ട ആവശ്യകതകളെക്കുറിച്ച് മാധ്യമരംഗത്തിനും കൂടെ ബോധ്യമായി. കാരണം പ്രൊഫഷണൽ രംഗത്തുള്ള ചിലരേക്കാളും വളരെ എക്സൽ ചെയ്യുന്ന പൊതുപ്രവർത്തകരും ജനങ്ങളും ഉണ്ട്. അപ്പോൾ അവരെ കൂടി ആകർഷിക്കുന്നതിന് വേണ്ടി സീനിയർ സിറ്റിസൺസിന് ഒരു കോഴ്സ് കൂടി നമ്മളെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഈ കോഴ്സുണ്ട്, കാലിക്കട്ട് പ്രസ് ക്ലബ്ബിൽ ഈ കോഴ്സുണ്ട്. പിന്നെ എറണാകുളത്ത് പ്രസ് അക്കാഡമിയാണ്, അവിടെ 2 തരം കോഴ്സുണ്ട്. ജേർണലിസം മാത്രമല്ല, അവിടെ അഡ്വർടൈസിങ്ങും PR-നും പബ്ലിക് റിലേഷൻസിനും കൂടെ ഒരു കോഴ്സുണ്ട് എറണാകുളത്ത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ കേരളത്തിലെ ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്നത് ഇവിടെയാണ്. അത് കൂടാതെ ഭാരതീയ വിദ്യാഭവൻ്റെ സെൻറ്റേഴ്സിൽ ഈ കോഴ്സുകൾ നേരത്തെ തന്നെ നടന്നു വരുന്നുണ്ട്. പിന്നെ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം പേര് കേട്ട ഒരു സ്ഥാപനമാണ് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം. ഇത് ചെന്നൈയിലാണ്. ഇത് ഒരുപാട് സാധ്യതകളും മിക്കവാറും പഠിക്കുന്നവർക്കെല്ലാം തന്നെ പ്ലേസ്മെൻ്റ് ഉറപ്പായ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് ചെന്നൈയിലെ ഈ സ്ഥാപനം. ഇന്ന് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ മോഡിലും നമുക്ക് ജേർണലിസം ചെയ്യാമല്ലോ. ഇത് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ട് ചെയ്യാം. ഇപ്പം ജേർണലിസം പിന്നെ ഡിപ്ലോമ ചെയ്യുന്നത് ഇപ്പം മിക്കവാറും ഉള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഒരു PG ഡിപ്ലോമയെങ്കിലും ഉണ്ട്. പിന്നെ MA ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ തമിഴ്നാട്ടിലുള്ള മധുര കാമരാജ് യൂണിവേഴ്സിറ്റി, ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി, അളഗപ്പ യൂണിവേഴ്സിറ്റി, നമ്മുടെ പിന്നീട് പബ്ലിക് റിലേഷൻസിൽ തന്നെ, പബ്ലിക് റിലേഷൻസിൻ്റെ ഒരു ഭാഗമാണ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ. അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്. ഈ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ ഈ കോഴ്സ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ പ്രധാനമായ ഒരു ഭാഗം കിടക്കുന്ന പ്രാക്ടിക്കൽ അല്ലേ. അപ്പം ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ്റെ ശരിക്കും ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ലഭിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊരു ന്യൂനതയല്ലേ ഈ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ്റെ? അത് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന് 2-3 കാര്യങ്ങളുണ്ട് ഒരു കോഴ്സിന്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെറുതെ ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്നതല്ല. ഇതിൽ താല്പര്യമുള്ളവരുടെ അവരുടെ പ്രൊഫഷണൽ സ്കില്ല് ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കൊടുത്ത് ഒരു റെക്കഗ്നിഷൻ, അത് കൂടി ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡ്യൂട്ടിയാണ്. ആ രീതിയിലാണ് യൂണിവേഴ്സിറ്റി ഇപ്പം മാസ് കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല, PR-ലും മാസ് കമ്മ്യൂണിക്കേഷനിലും മാത്രമല്ല, ഒരുപാട് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ടല്ലോ. ഇതിൽ ബേസിക്കായിട്ട് ഒരാളുടെ താല്പര്യമാണ്, ആ ഇൻട്രസ്റ്റ്. ഇന്ന് +2 തലത്തിലും ഇത് ജേർണലിസം ഒരു സബ്ജക്റ്റ് ആണല്ലോ. ഇത് പഠിച്ചിട്ട് ഒരു കാര്യമുണ്ടോ? പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പഠിക്കാൻ പറ്റും, അതിന് കാര്യമുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണലായിട്ട് ഉയരാൻ പറ്റില്ല, ജസ്റ്റ് ഒരു അവയർനെസ് കിട്ടുമെന്നല്ലാതെ. പ്രീ ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2-ന് ഒരു വിഷയം ജേർണലിസം ആണെന്ന് വയ്ക്കുക, വേറെ വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഐച്ഛികമായിട്ട് ബിരുദതലത്തിൽ ജേർണലിസത്തിനോട് ടാലൻ്റ് ഉള്ളവർക്ക് ആ ഏരിയയിലോട്ട് പോകാൻ കഴിയും. അത് ഇപ്പം ഒരാൾക്ക് ഒരു PR ആവണം, പബ്ലിക് റിലേഷനിലോട്ട് പോകണമെങ്കിൽ ജേർണലിസം ഒരു മസ്റ്റാണ്. ഇപ്പം പബ്ലിക് റിലേഷൻ കോഴ്സുകൾ സാധാരണ ഡയറക്റ്റ് കോഴ്സുകൾ നടത്തുന്ന വളരെ കുറച്ച് സ്ഥാപനങ്ങളിലാണ്. പക്ഷേ ജേർണലിസത്തിൽ ഇത് ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ജേർണലിസം നൽകുന്ന കുറേ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിന്ന് ജേർണലിസം കഴിയുന്നവർക്ക് ഏതൊക്കെ തസ്തികയിലാണ് സാധാരണ പത്രങ്ങളിലെല്ലാം ജോലി ലഭിക്കുക? പത്രങ്ങളിൽ ഒരുപാട് തലങ്ങളുണ്ട്. ഇതിൽ പത്രങ്ങളിൽ സാധാരണ ഡെസ്കിൽ സബ് എഡിറ്ററായിട്ട് കിട്ടും, റിപ്പോർട്ടേഴ്സായിട്ട് കിട്ടും, എഡിറ്റിങ്, അപ്പം എഡിറ്ററായിട്ട് കൊടുക്കാം. ഇപ്പം ചീഫ് എഡിറ്റർ അല്ല പ്രധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു പ്രിന്റ് സബ് എഡിറ്റേഴ്സാണ്. അത് നോക്കാനായിട്ട് ഒരു സൂപ്പർവൈസിങ് എഡിറ്റർ കാണും. പിന്നീട് ഈ രംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മാധ്യമരംഗത്ത് വാർത്തകൾ മാത്രമല്ല, വ്യൂസ് മാത്രമല്ല, അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഫിലിം ജേർണലിസം, ഫിലിമിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം. മാത്രമല്ല പരിസ്ഥിതി, എൻവയോൺമെൻറ്റ്, ഇതൊരു വലിയ മേഖലയാണ്. അപ്പോൾ ഇതിനോടുള്ള കാഴ്ചപ്പാടാണ് ഒരു പത്രപ്രവർത്തകൻ്റെ പരിസ്ഥിതിയോടുള്ള കാഴ്ചപ്പാട്, അവൻ്റെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട്, അവൻ്റെ ഒരു തന്മയി ഭാവം, നമ്മൾ ഈ ഒരു എമ്പതറ്റിക്കൽ അപ്രോച്ച് ടു സൊസൈറ്റി, ഇത് വളരെ പ്രധാനമാണ് ഒരു മാധ്യമ പ്രവർത്തകനാകാൻ. ഇന്ന് മാഗസിൻ രംഗം ബൂമിലാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പുതിയ പുതിയ മാഗസിൻസ് ഒക്കെ വരുന്നുണ്ട്. ജേർണലിസം കഴിയുന്നവർക്ക് ഈ രംഗത്തും ഒരുപാട് സാധ്യതകളില്ലേ? മാഗസിൻ രംഗത്ത് ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയുണ്ട്, ഒരു കുത്തൊഴുക്ക് തന്നെയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ
വായന കുറഞ്ഞു വരും എന്നുള്ള ധാരണ തിരുത്തിയ ഒരു രംഗമാണ് മാധ്യമരംഗം. ഇപ്പോൾ പബ്ലിഷിങ് ഒരു വലിയ രംഗമാണ്. പുസ്തക പബ്ലിഷിങ് മാത്രമല്ല, മാഗസിൻസ് വരുന്നുണ്ട്, പല മന്ത്ലി ഫോർട്ട്നൈറ്റ്ലി ആകുന്നുണ്ട്, പിന്നെ വീക്കിലി ആകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വായനക്കാരുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും പ്രിൻ്റ് മീഡിയയിൽ ഒരുപാട് സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. ഒരാളുടെ കഴിവുള്ള ഒരാൾക്ക് തിളങ്ങാൻ കഴിയുന്ന, എക്സലാവാൻ കഴിയുന്ന, ആകർഷകമായ ശമ്പളം കിട്ടുന്ന ഒരു രംഗം തന്നെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഓൺലൈൻ മീഡിയയിലേക്ക് വരാം. തീർച്ചയായിട്ടും ഇന്റർനെറ്റിന്റെ ചിറകിലേറി പറക്കുന്ന ഒരു മീഡിയ ആണല്ലോ ഓൺലൈൻ മീഡിയ. ഈ ഓൺലൈൻ മീഡിയയിൽ ജേർണലിസം കഴിയുന്നവർക്ക് എന്തൊക്കെ സാധ്യതകളാണുള്ളത്? ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പത്രങ്ങളുടെ ഒരു കാലമാണ്. എല്ലാ പത്രത്തിനും ഓൺലൈൻ എഡിഷൻ. നമുക്ക് നേരം വെളുക്കുമ്പം ആണ് ദിനപത്രം കിട്ടുന്നതെങ്കിൽ 12 മണിക്ക് തന്നെ നമുക്ക് ഓൺലൈൻ എഡിഷൻ കിട്ടും. ഇതേപോലെ തന്നെ ഓൺലൈൻ ജേർണലിസ്റ്റ് താല്പര്യമുള്ളവർക്ക് ഡിജിറ്റൽ പിന്നീട് ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ ജേർണലിസം ഇതിൽ താല്പര്യമുള്ളവർക്ക്, അതാണ് ഈ കൺവെർജൻ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു സാധ്യത ഉപയോഗിക്കാൻ വേണ്ടിയാണ് പുതിയ രംഗത്ത് ഈ മാധ്യമത്തെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൺവെർജൻ്റ് മീഡിയ തന്നെ പല സ്ഥലത്തും ആരംഭിച്ചിരിക്കുന്നത്. മിക്കവാറും തന്നെ ഒരു ഡിജിറ്റൽ ജേർണലിസത്തിൻ്റെ കാലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. സാർ, അപ്പം ഈ ഓൺലൈൻ ജേർണലിസത്തിൽ തിളങ്ങാൻ സഹായിക്കുന്ന വല്ല കോഴ്സുകളുണ്ടോ? ഉണ്ടല്ലോ. ഓൺലൈൻ രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഓൺലൈൻ രംഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ കൺവെർജൻ്റ് മീഡിയ പഠിക്കുന്നവർക്ക് പിന്നെ വളരെ നല്ലപോലെ ഇതിൽ തിളങ്ങാൻ കഴിയും. ഡിജിറ്റൽ പിന്നീട് ജേർണലിസം തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൽ, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ആൻഡ് ന്യൂ മീഡിയ എന്നുള്ളൊരു ഓട്ടോണമസ് സ്ഥാപനമാണ്. അത് ബാംഗ്ലൂർ ആസ്ഥാനമാക്കി. ഇവിടെയും ഡിജിറ്റൽ പിന്നീട് ജേർണലിസം കോഴ്സുകളുണ്ട്. പ്രിൻ്റ് ജേർണലിസം, വിഷ്വൽ ജേർണലിസം. ഇവിടെയൊക്കെ ഒരു PG ഡിപ്ലോമ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നതിന് ഏകദേശം ഒരു 2.5 ലക്ഷത്തോളം രൂപയാവും. പക്ഷേ എല്ലാവർക്കും പ്ലേസ്മെൻ്റാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ രംഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. നമ്മളെ ജേർണലിസത്തിൻ്റെ ഒരു പുതിയ ഏരിയ തന്നെയാണ്. ഇവിടെ നമ്മൾ സാധാരണ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പേപ്പർ സാധാരണ ഈ ജേർണലിസമാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള കുറേ സ്കിൽസും ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും അങ്ങനെ ഒരു സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റാണ് ജേർണലിസം. ഇന്ന് പല മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവരടുത്തും ചോദിക്കും, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളിപ്പോൾ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ കണ്ടന്റ് റൈറ്റേഴ്സ് ആണെന്ന്. എന്താണ് ഈ കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്? കണ്ടന്റ് റൈറ്റിംഗ് മിക്കവാറും ഈ ഔട്ട്സോഴ്സിംഗ് ജോബിലാണ് പ്രധാനമായിട്ട് കണ്ടന്റ് റൈറ്റിംഗ് ഉള്ളത്. അപ്പം കണ്ടന്റ് റൈറ്റിംഗ് ഒരുതരം എഡിറ്റിംഗ് ആണ് സംഭവം ചെയ്യുന്നത്. ക്യാപ്ഷൻസ് തയ്യാറാക്കുക, പിന്നീട് ടെക്സ്റ്റ്, വലിയ വോളിയൂംസ് ഉള്ള ടെക്സ്റ്റ്, മാറ്റേഴ്സ്, പ്രിൻറ്റഡ് മാറ്റേഴ്സ് ഇതെല്ലാം തന്നെ എഡിറ്റ് ചെയ്ത് യോജിച്ച ഹെഡ്ലൈൻസ് കൊടുത്ത് അല്ലെങ്കിൽ ക്യാപ്ഷൻസ് കൊടുത്തുകൊണ്ട് അത് തയ്യാറാക്കുന്ന ഒരു ജോലി. ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ടെക്സ്റ്റ് തയ്യാറാക്കുന്ന പുസ്തകം, പബ്ലിഷ് ചെയ്യാനുള്ളൊരു പുസ്തകം, അത് പാഠപുസ്തകമാകാം, അല്ലെങ്കിൽ തന്നെ ഫിക്ഷൻ ആകാം, നോൺ ഫിക്ഷൻ ആകാം, സയൻസ് ഫിക്ഷൻ ആകാം, സയൻസ് ബുക്കാകാം, എൻജിനീയറിംഗ് ബുക്കാകാം. ഇതെല്ലാം തന്നെ ഒരുപാട് ഇപ്പോൾ യൂറോപ്പിലൊരു ബുക്ക് തയ്യാറാക്കുന്നത് ചിലപ്പോൾ നമ്മളെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലായിരിക്കും. ഇവിടെയെല്ലാം കണ്ടന്റ് റൈറ്റേഴ്സിന് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊരു ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് വേണമെന്നൊന്നുമില്ല, ഒരു റൈറ്റിംഗ് ടാലന്റ് വേണമെന്നുള്ളതാണ്. എപ്പോഴും ഒരു ജേർണലിസം കോഴ്സ് ഇവരുടെ പ്രൊഫഷണലിസത്തെ അനുകൂലമായി ബാധിക്കുന്നതാണ് എപ്പോഴും. കാരണം ഒരു പ്രൊഫഷണൽ എല്ലാവർക്കും ഓടുന്ന വണ്ടിക്ക് ഒരു ഉന്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇനി നമുക്ക് ടെലിവിഷൻ മീഡിയയിലേക്ക് വരാം. ഇന്ന് ടെലിവിഷൻ മീഡിയയിലെ ജോബുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ന്യൂസ് രംഗവും, ഒന്ന് പ്രോഗ്രാം രംഗവും. ന്യൂസ് രംഗത്തേക്ക് കടക്കാൻ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്? ന്യൂസ് രംഗത്തെ കടക്കാൻ നിശ്ചയമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പിന്നീട് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞുള്ള ഒരു PG ഡിപ്ലോമ. PG ഡിപ്ലോമയ്ക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബോംബെയിൽ 4 വളരെ നല്ല കോഴ്സുകൾ അവർ നടത്തുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഈ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ TV ആൻഡ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അഡ്വർടൈസിങ് ആൻഡ് പിന്നെ മാർക്കറ്റിങ്. അപ്പോൾ അതിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഈ രംഗത്ത് വിഷ്വൽ മീഡിയയിൽ റിപ്പോർട്ടേഴ്സ് മാത്രമല്ല, അവതാരകരുണ്ട്, ബിഹൈൻഡ് ദി കർട്ടനിൽ ഒരുപാട് പേരുണ്ട്. ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. സാധാരണ ഇന്ന് നമുക്ക് കാണുന്ന ഒരു മാധ്യമപ്രവർത്തകരെന്നെല്ലാം, സിനിമയിലെല്ലാം കാണുന്ന മാധ്യമപ്രവർത്തകരെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സ്ട്രോങ് ആണ്.
അവർക്ക് കരാട്ടയും കുങ്ഫു എല്ലാം അറിയുന്ന വ്യക്തികളാണ്. അവർ ആരുടെ മുഖത്ത് നോക്കിയും എന്തും പറയാൻ ചങ്കുറപ്പുള്ളവരാണ്. ശരി, യഥാർത്ഥ ജീവിതത്തിലെ മാധ്യമ പ്രവർത്തകരും ഇതേപോലെയൊക്കെ ആയിരിക്കണോ? അങ്ങനെ ആകാൻ ഒട്ടും വഴിയില്ല. കാരണം ഇതൊരു ചലഞ്ചിങ് ഏരിയയാണ്, ചലഞ്ചിങ് ജോബാണ്. കാരണം സ്ത്രീകൾ പോലും, പെൺകുട്ടികൾ ധാരാളം കടന്നു വരുന്ന, ബോൾഡായിട്ട് കടന്നു വരുന്ന ഒരു മേഖലയാണ്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇതിൽ ചലഞ്ചസ് ഉണ്ട്. കാരണം വെല്ലുവിളികൾ ഇല്ലാതെ ഒരു പത്രപ്രവർത്തകന് അതിജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഇതുപോലെ തോക്കും ഇതൊന്നും എടുത്ത് നിയമം കയ്യിലെടുക്കുന്ന തലത്തിലോട്ട് എത്തുന്നത് അതിശയോക്തി തന്നെയാണ്. അത് സിനിമയിൽ മാത്രമേ കാണുള്ളൂ, നമ്മൾ നിത്യജീവിതത്തിൽ കാണത്തില്ല. പക്ഷേ ഒരു ചലഞ്ചിങ് ഏരിയയാണ്. കാരണം ടൈം ഇതിനില്ല. സാധാരണ ഓഫീസ് ടൈം 10 മുതൽ 6 വരെ 5 വരെ എന്നുള്ള ടൈമില്ല. കാരണം പലപ്പോഴും പത്രം ഓഫീസ് തുടങ്ങുന്നത് തന്നെ വൈകിട്ടാണ്, അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതിന് 24 അവേഴ്സ് ഒരു റിപ്പോർട്ടർ മാറ്റിവെക്കാൻ അല്ലെങ്കിൽ സന്നദ്ധയായിരിക്കണം. ത്യാഗം, ഈ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇത് അവൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്, അവൻ്റെ പ്രൊഫഷനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്, അതോടൊപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മിറ്റ്മെൻ്റാണ്. ഇതില്ലാതെ ഈ രംഗത്ത് ഒരാൾക്ക് തിളങ്ങാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പരിജ്ഞാനവും ജനറൽ നോളജിലുള്ള ഒരു അപ്ഡേറ്റിംഗ് എല്ലാം ആവശ്യമാണ്. ഇപ്പം പ്രാദേശിക ഭാഷയിൽ പിന്നെ തിളങ്ങുന്നതിന് വേണ്ടി ഭാഷാ പരിജ്ഞാനം ഉണ്ടായാലേ പറ്റുള്ളൂ. മലയാളം വളരെ സുന്ദരമായിട്ടും അസുന്ദരമായിട്ടും പറയാമല്ലോ. അപ്പം ഭാഷ എപ്പോഴും നല്ല ഭാഷാപ്രയോഗങ്ങളിലൊക്കെ തന്നെ ഇതിനാണ് എപ്പോഴും ഒരു പ്രൊഫഷണൽ സ്കില്ല് കൂടി വേണം. അതേസമയം തന്നെ ഇതിനോടുള്ള ഒരു മനോഭാവം, ഇതിനുള്ള താല്പര്യം, ഇൻട്രസ്റ്റിംഗ് ടു റൈറ്റ്, ഒരു വ്യത്യസ്തമായ രീതിയിൽ എഴുതാനുള്ള ഒരു കപ്പാസിറ്റി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ഒരു ജേർണലിസ്റ്റ്. ഈ പരിപാടിയുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ശരിക്കും ഇവിടെ ഒരു ചർച്ച എന്നതിലുപരി ഒരു കരിയർ കൗൺസിലിംഗ് ആണ് നടന്നത്. ഇത് പ്രേക്ഷകർക്ക് അത് ഒട്ടേറെ പുതിയ പുതിയ അറിവുകൾ കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പരിപാടിയിൽ വന്ന് ഞങ്ങളോട് സഹകരിച്ച സാറിന് നന്ദി, നമസ്കാരം. താങ്ക് യു.